ഐശ്വര്യ റായ് ഇനി മുതൽ മുസ്ലിമായിട്ട് ജീവിക്കൂ അത്രേ. ബാക്കി എല്ലാരെയും കഴിഞ്ഞു. ഐശ്വര്യ റായിയെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് അങ്ങോട്ട് തീരുമാനിച്ചു. ഐശ്വര്യ റായിയൊക്കെ ഇസ്ലാമിലേക്ക് വന്നാലല്ലേ കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഉസ്താദ് നോക്കിയപ്പോ സിനിമാ താരങ്ങൾ കാണുന്ന നല്ല മാർക്കറ്റ്, ഖുർആന് ഹദീസും ഒന്നും പറഞ്ഞിട്ട് ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ട് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ. അതുകൊണ്ട് ഉസ്താദ് വിചാരിച്ചു, ഒരാൾക്ക് 4 കെട്ടാമല്ലോ, 10 കെട്ടാത്തവൻ പന്നിക്ക് പിറന്നവനാണെന്നാണ് ഇവരൊക്കെ പറയാറ്. അതുകൊണ്ട് ഇനി നമുക്ക് മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ച് പറയാൻ തന്നെ ഞാൻ വന്നത് റെനി, പറയാം. അതിനു മുമ്പ് നമ്മുടെ ഐശ്വര്യ റായ് കൂടി ഈ തീവ്രവാദ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമാകുമെന്ന് ഓർമ്മിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്തതാണ്, ഞാൻ മറന്നു. അപ്പോ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളോടുമുള്ള വെറി, മതവെറി, അന്യമത വിരുദ്ധത എത്രമാത്രം രൂക്ഷമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇത്. ഇപ്പൊ ഇവര് പറയുന്നു ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും, നിനക്ക് നിന്റെ മതം, നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പൊയ്ക്കോ, എനിക്ക് എന്റെ മതം. അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്ക് നിങ്ങളെ മുസ്ലിമായി കാണണം. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ നരകത്തിൽ കിടന്ന് എരിയുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടാ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അല്ല, നിങ്ങൾക്ക് സ്വർഗം കിട്ടിയോ? നിങ്ങൾക്ക് സ്വർഗം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണമല്ലോ മറ്റുള്ളവരുടെ നരകത്തെക്കുറിച്ച് നിങ്ങൾ വിലപിക്കാൻ. ഇസ്ലാമിന് ചില പ്രത്യേകതകളുണ്ട്. അങ്ങോട്ട് പണയും, തൊള്ള തൊടാതെ വിഴുങ്ങിക്കൊള്ളുക, ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. ഇപ്പോ പാകിസ്ഥാനിലെ മൊല്ലമാർക്ക് കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിരിക്കും. മതഭ്രാന്ത് ഓൾറെഡി ഉണ്ടല്ലോ, അതിനിപ്പോ പ്രത്യേകിച്ച് പിടിക്കാനില്ല. കാമഭ്രാന്തും ഉണ്ട്. ഒരു പരിധി വരെ സമൂഹത്തിൽ അത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങനെ അടക്കി ഒതുക്കി വെച്ചിരിക്കുവാണ്. പക്ഷേ സാന്ദർഭികമായി ചില സാഹചര്യങ്ങളിൽ അത് പുറന്തോടുകൾ ഭേദിച്ച്, എല്ലാ നിയന്ത്രണ വലയങ്ങളെയും ഭേദിച്ച് പുറത്തു ചാടുന്നത് കൊണ്ടാണ് ബസ്സിലിരുന്ന് സവാദടിയന്മാരെ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും. ട്രെയിനില് ഒരു പെണ്ണിന്റെ കൈ കണ്ടു, സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടിരിക്കുന്നു. ഉടനെ ഉസ്താദിന്റെ കലപ്പയൊന്ന് അനങ്ങി, ഒറ്റമുണ്ടിന്റെ അകത്തൂടെ കൈയിട്ട് അതിനകത്ത് പരിപാടി അങ്ങ് ചെയ്തു. പെൺകുട്ടി കൃത്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു. ജൂതന്റെ മീഡിയകൾ ഇതൊക്കെ ഒപ്പിയെടുക്കുമെന്ന് ചിന്തിക്കുന്നില്ലല്ലോ. എല്ലാത്തിനും പിന്നിൽ ജൂതനാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവരിൽ അന്തർലീനമാണ് മതഭ്രാന്തും സർവോപരി കാമഭ്രാന്തും. ഐശ്വര്യ റായിയുടെ സൗന്ദര്യം കണ്ടിട്ട്, ഈ പ്രായത്തിലും അവരുടെ പ്രസരിപ്പ് കണ്ടിട്ട് അവരുടെ കണ്ണുകൾ ഹൂറികളുടെ കണ്ണുകൾ പോലെ തിളങ്ങുന്നു. കവിളുകൾ അങ്ങനെ തുടുത്തിരിക്കുന്നു. മാറിടത്തെ കുറിച്ച് ഉസ്താദ് പറഞ്ഞില്ല, എന്നാലും എന്താപ്പ ചെയ്യാ. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ബെഡ്റൂമിലേക്ക് ഹൂറിയായി, എന്റെ കനവിലേക്ക് കയറി വരുന്നത് ഐശ്വര്യ റായി ആയിരിക്കുമെന്നും മൗല. ഇതുപോലെ ഭ്രാന്തമായ, മറ്റുള്ളവരെ അവഹേളിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകൾ പാകിസ്ഥാനിലെ മൊല്ലമാർക്കിടയിൽ, ഉസ്താദുമാർക്കിടയിൽ, മൗലാനമാർക്കിടയിൽ, മതപുരോഹിതന്മാർക്കിടയിൽ ഇപ്പോൾ പതിവായി മാറിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മുൻ ലോകസുന്ദരി, ഇന്ത്യൻ ചലച്ചിത്ര നടി ഐശ്വര്യ റായ്, അവരുടെ ഭർത്താവ് ബച്ചനല്ലേ. അപ്പോ അവരെ കുറിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ മൗലവി മുഫ്തി അബ്ദുൽ ബാക്കവി അടുത്തിടെ ഒരു പ്രസ്താവന നടത്തിയത്. അതിപ്പോൾ ഏതാണ്ട് നമ്മുടെ രാജ്യത്ത് സംസ്ഥാന വ്യാപകമായി വിവാദമായിട്ടുണ്ട്. 2 4 4 മാക്സിമം പറയുന്നത്, 2 മിനിമം മാസം. അതിനകത്ത് ബോളിവുഡ് താരം ഐശ്വര്യ റായി എനിക്കിങ്ങോട്ട് വിവാഹ അഭ്യർത്ഥനയുമായി വരും. അവരെ എന്റെ ബെഡ്റൂമിലേക്ക് ഞാൻ കൊണ്ടുവരും, എന്റെ ഭൗതിക ലോകത്തെ ഹൂറിയായിട്ട്. ഇയാൾ ഒരു വീഡിയോയിലൂടെയാണ് ഇത് അവകാശപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് സംഭവം ചർച്ചയായത്.
ഐശ്വര്യ റായിയെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിച്ച് പർദയിലും മക്കനയിലും തളച്ച് ഊറിയാക്കി കൃഷിസ്ഥലമാക്കി മാറ്റി കലപ്പ കുറിപ്പിച്ച് ഞാൻ കാത്തിരിക്കുവാണ് കൃഷിയെടുക്കാൻ. മതം മാറ്റും, അവരെ വിവാഹം കഴിക്കും. എന്റെ ബെഡ്റൂമിലേക്ക് ഒരാലസ്യത്തിൽ അവൾ മുഴുകുന്ന ഫോട്ടോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഉസ്താദിന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പറയാൻ പറ്റിയില്ല. അങ്ങനെ എന്റെ ബീവിയായി ഐശ്വര്യ റായി മാറും. ഐശ്വര്യ റായിക്ക് അന്നേ ദിവസം ഇടാൻ പറ്റിയ ഒരു പേര് പോലും എന്റെ മനസ്സിൽ കരിങ്കല്ലിൽ കൊത്തിയതുപോലെ പതിഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ റായിയും അവരുടെ ഹസ്ബൻഡ് ആരാണ്? അഭിഷേക് ബച്ചൻ അല്ലെ. അപ്പോ അവര് രണ്ടുപേരും തമ്മിലുള്ള വിവാഹ ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരുപാട് ഗോസിപ്പുകൾ, എന്താണ് ശരിയെന്ന് പോലും അറിയാതെ മാധ്യമങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് കാക്ക ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകാമായിരിക്കും. ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളുടെയും സ്വപ്നം തന്നെയാണല്ലോ ഐശ്വര്യ റായി. അതിനിപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത്രയ്ക്ക് സൗന്ദര്യത്തിന്റെ ധാമമാണ്, ഒരു സംശയമില്ല. അപ്പോ മുഫ്തി ബാക്കവിക്ക് ഇനിയിപ്പോ ഐശ്വര്യ റായിയെ പർദ്ദ ഇടിപ്പിക്കണം, മതം മാറ്റിക്കണം, തന്റെ ഹൂറിയാക്കണം, ബീവിയാക്കണം, പേരുമാറ്റണം, സത്യസാക്ഷ്യ വാക്യം ചൊല്ലിക്കൊടുക്കണം, കഴുത്തൊക്കെ മറച്ച് പൊട്ടൊക്കെ മായ്ച്ച് ഹലാൽ ഫുഡ് കഴിപ്പിച്ച് മുസ്ലിം നാമമിട്ട് കാഫിറുകളിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന രൂപത്തിലേക്കാക്കി ഒന്ന് മാറ്റണം. അങ്ങനെ ഈ മൗലാന മുഫ്തിയുടെ ഒരു ഒരു പോഡ്കാസ്റ്റ് വീഡിയോയിലൂടെയാണ് കക്ഷിയുടെ ആഗ്രഹവും അദ്ദേഹത്തിന്റെ തീവ്രമായിട്ടുള്ള പ്രയത്നവും നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ലോകത്തെ അറിയിക്കുന്നത്. ഈ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും വേർപിരിയുകയാണെങ്കിൽ ഐശ്വര്യ റായി തനിക്ക് എന്നെ ഒന്ന് കെട്ടുമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വിവാഹത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുമെന്നാണ് ഉസ്താദ് പറയുന്നത്. ഇപ്പൊ അഭിഷേകും ഐശ്വര്യ റായിയും തമ്മിൽ വേർപിരിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇയാൾ കേൾക്കുന്നത്. ഇയാൾ വീഡിയോയിൽ പറയും, ഞാൻ കേൾക്കുന്നുണ്ട്, അത് ദൈവം വിലക്കട്ടെ. കാരണം ഞാനൊരു കുടുംബം സ്ഥാപിക്കുന്ന വ്യക്തിയാണ് എന്ന് ഉസ്താദ് പറയുന്നത്. എന്നാൽ വേർപിരിയൽ സംഭവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 2-4 മാസത്തിനകത്ത് അത് സംഭവിക്കണം. ഐശ്വര്യയിൽ നിന്ന് ഞാൻ വിവാഹാലോചന വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വരും, ഉറപ്പ് എന്നാണ് ബാക്കവി പറയുന്നത്. ഐശ്വര്യയുടെ സ്വപ്നതുല്യമായിട്ടുള്ള വിവാഹാഭ്യർത്ഥന സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് താൻ കണക്കാക്കുമെന്നും അയാൾ പറയും. മുസ്ലിം അല്ലാത്ത ഒരാളെ എങ്ങനെ വിവാഹം കഴിക്കുമെന്ന പോഡ്കാസ്റ്റ് അവതാരകന്റെ ചോദ്യത്തിന് രാഖി സാവന്ത് എന്ന് പറയുന്ന ഒരു നടി ഇസ്ലാം മതം സ്വീകരിച്ച് ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചിട്ടില്ലേ എന്നാണ് മുഫ്തി ബാക്കവി ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യം ഐശ്വര്യ റായിയെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കും, പേരുമാറ്റും. അത് കഴിഞ്ഞിട്ട് താൻ വിവാഹം കഴിച്ച് തന്റെ ബീവിയാക്കി മാറ്റും. ഐശ്വര്യ റായിയുടെ പേര് ആയിഷ റായി എന്നാക്കി മാറ്റും എന്നാണ് ഉസ്താദ് പറയുന്നത്. തുടർന്ന് നിക്കാഹ് നടത്തുമെന്ന്. കാരണം എത്ര കെട്ടിയിട്ടും എത്ര പണിഞ്ഞിട്ടും ആഗ്രഹം തീരാത്തത് അവരുടെ കുഴപ്പമാണോ? പടച്ചോനല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ പടച്ചോനാണെങ്കിൽ പോട്ടെ, നല്ല തിരക്കുള്ള ആളല്ലേ പടച്ചോന്. ഇക്കണ്ട ലോകമാസകലമുള്ള ആളുകൾ മൊത്തവും വിളിക്കുന്ന വിളിക്ക് അള്ളാഹുവിന് ഉത്തരം കൊടുക്കണ്ടേ? അതിനകത്ത് നിന്ന് കാഫിറിന്റെ പ്രാർത്ഥനകൾ വേർതിരിച്ചെടുത്ത് അത് ഒഴിവാക്കണ്ടേ? വിശ്വാസികളുടെ പ്രാർത്ഥനകൾ മാത്രം സ്വീകരിക്കണം. അങ്ങനത്തെ തിരക്കിലാണ് പടച്ചോൻ. എന്നിട്ടും ഉസ്താദിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തയ്യാർ. ഇതാണ് ഐശ്വര്യ റായിയെ കെട്ടാൻ പോകുന്ന മുഫ്തി. ഞാനും വിചാരിച്ചത് പ്രേമരാജൻ, ഉമ്മുകുൽസു എന്നൊക്കെ പേരിടുമെന്നായിരുന്നേ. പക്ഷേ ഐശ്വര്യ റായിക്ക് ആയിഷ റായി എന്ന പേരും കൂടി വെച്ച് കെട്ടും ഉസ്താദ്. സമാധാനം. ഉസ്താദിന്റെ ആഗ്രഹമാണ്. ഒരു ഐശ്വര്യ റായിയെ ചുളുവിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാ കളയുന്നതെന്ന് ഉസ്താദ് വിചാരിച്ചിട്ടുണ്ടാകും. കുറ്റം പറയാൻ പറ്റില്ലല്ലോ.
എല്ലാവരും സ്വപ്നം കാണുന്നു. അതെന്താ ഇന്ത്യയിലുള്ള ആളുകൾക്ക് മാത്രം സ്വപ്നം കണ്ടാൽ മതിയോ? എനിക്ക് വേറെ ഒരു പണിയുമില്ല അബൂബക്കറെ. എന്റെ പണി അന്വേഷിക്കലാണോ നിന്റെ പണി? നിനക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടാണോ എന്റെ ലൈവിൽ കയറി വന്നത്? നിന്നെ ആരാ ഇവിടെ വിളിച്ചത്? ഞാൻ എന്റെ പണിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള സകലമാന പെണ്ണുങ്ങളുടെയും പണി എന്താണെന്ന് ചോദിക്കലാണോ നിന്റെ പണി? നീ നിന്റെ പണി പോയി ചെയ്യടാവേ. എന്റെ ലൈവിൽ വന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. എന്റെ പണി നീയാണോ ചെയ്യുന്നേ? എടാ, ഇതിനപ്പുറം എനിക്ക് എന്ത് പണിയുണ്ടെങ്കിലും എന്റെ പണി ഞാൻ തന്നെയാ ചെയ്യുന്നേ. നിങ്ങൾക്ക് രാത്രി ചെയ്യുന്ന പണിയെ കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളല്ലേ? അത് സാരമില്ല, അത് ശരിയായിക്കോളും. അത്ര പെട്ടെന്നൊന്നും അതിനൊന്നും ഒരു മാറ്റം വരുന്നു നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലടേ കേട്ടോ. നിങ്ങൾ എന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെ നമുക്കറിയാം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലല്ലേടാ എൻ്റെ ജോലി. മറ്റുള്ളവർക്ക് നിങ്ങൾ എന്താണ്, ഇസ്ലാം എന്താണ്, ഇസ്ലാമിന്റെ മതമര്യാദകൾ എന്താണ്, മതപരമായി ഒരു വിശ്വാസി എങ്ങനെയാണ് സംസ്കാര സമ്പന്നനായി മാറുന്നത് എന്ന് നിന്റെയൊക്കെ തെറിവിളികളിലൂടെയും നിന്റെയൊക്കെ ഈ കാമഭ്രാന്തിലൂടെയും ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് എൻ്റെ ജോലി. നിന്റെയൊക്കെ ഈ വൃത്തികെട്ട ഒരു മത സംസ്കാരമുണ്ടല്ലോ, 6-ാം നൂറ്റാണ്ടിലെ ഒരു പറയൻ സംസ്കാരം. ആ പറയൻ സംസ്കാരം പിന്നിക്കീറി പറിച്ചു വെയിലത്ത് വെക്കലാണ് എൻ്റെ ജോലി. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ കാക്കായ്ക്ക്? ഉണ്ടോ? ഹസീന സലീം, ഹിദായത്ത് പോയാലല്ല എന്തും പറയാൻ പറ്റുന്നത്. ഈ ഹിദായത്ത് ഉണ്ടെങ്കിലാ എന്തും പറയാൻ പറ്റുന്നത്. കേൾപ്പിച്ചു തരട്ടെ? ഹസീന അവിടെ നിൽക്കുവോ? പോവല്ലേ. ഹിദായത്തുള്ള ഉസ്താദിന് എന്താണ് പറയാ? എന്തായിരുന്നാലും ഇത്രയും വലിയ വൃത്തികേട് ഒരു ഹിദായത്ത് നഷ്ടപ്പെട്ടവരും പറയത്തില്ല കേട്ടോ. ഇതാണ് ഇസ്ലാമിന്റെ ഹിദായത്തെങ്കില് അയ്യോ, ആ മൂഞ്ചിയ ഹിദായത്ത് നമുക്ക് വേണ്ട കേട്ടോ കാക്കാ, താത്ത. ഇസ്ലാമിന്റെ ഹിദായത്ത് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചും ജീവിക്കണമെങ്കിൽ, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചും ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ചാട് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ? അള്ളാഹുവിനെ പേടിച്ചിട്ട് ഇതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഉസ്താദ് മൈക്കിലൂടെ വിളിച്ചു പറയുക, എനിക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ട്. ഇതിനെക്കാട്ടി വലിയ ഹിദായത്ത് ആർക്കാ വെച്ചേ വേണ്ടത്? നിന്റെയൊക്കെ മൂഞ്ചിയ ഹിദായത്ത് എടുത്തിട്ടുണ്ടല്ലോ, തലയിലടിച്ചാൻ തിരിച്ചു വരും. പൊയ്ക്കിറങ്ങി. നിന്റെയൊക്കെ വൃത്തികേട്, മഹാവൃത്തികെട്ട കാമഭ്രാന്ത് പിടിച്ച ഒരു സംസ്കാരവും ഉണ്ടാക്കിയിട്ട് ചോദിക്കാൻ വന്നേക്കുക. നമുക്ക് ഒരു ഉസ്താദ് റിഷാദ് സുലമി, അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ഇസ്ലാമിക രാജ്യം സ്വപ്നം കണ്ട്, ഇസ്ലാമിക ലോകം സ്വപ്നം കണ്ട്, നമ്മുടെ ഈ സ്വർഗതുല്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സന്തുഷ്ടരായി അവരുടെ മതവും മതതോന്യാസങ്ങളും പാലിച്ചും പ്രോത്സാഹിപ്പിച്ചും മറ്റുള്ളവരിലേക്ക് വാരി വിതറിയും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്വർഗമായിട്ടുള്ള ഈ സ്വതന്ത്ര ഭാരതത്തെ അഫ്ഗാനാക്കി താലിബാനികൾ ഭരിക്കുന്നത് പോലെയാക്കി നരകമാക്കി മാറ്റുന്നതിനു വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതഭീകരന്മാരെ വലിച്ചു കീറുന്ന റിഷാദ് സുലമിയെ കേൾപ്പിച്ചു തരാം. അതല്ല പിന്നെ ജലി മാർഷൽ, നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? നീ എന്തിനാ ഇത് കേൾക്കാൻ നിൽക്കുന്നത്? നീ ഇത് കേട്ടോണ്ട് നിന്നിട്ട് മറ്റുള്ളവരോട് കേൾക്കണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? നീ ഇറങ്ങിപ്പോയിക്കോ. നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയല്ല ഞാൻ ലൈവ് ചെയ്യുന്നത്. തലയ്ക്കകത്ത് വെളിവുള്ള രാജ്യസ്നേഹികൾക്ക് വേണ്ടിയാ. മതത്തിനു വേണ്ടി ഇരുമ്പ് നിക്കറും ഇരുമ്പ് ബ്രായും ടൈറ്റാക്കി ഇട്ടിട്ട് തെറിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന
മാനസിക മത കാമഭ്രാന്ത് പിടിച്ച രോഗികൾക്ക് വേണ്ടിയല്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് കേൾക്കണ്ട. അത്തരക്കാരോട് ഞാൻ ലൈവിൽ തമ്പനയിൽ ഇട്ട് തന്നെ പറയാറുണ്ടല്ലോ, ഒറ്റ ഒരു മുറിയന്മാർ ഏരിയയിൽ വന്നു പോകരുത്. തീവ്രവാദികളായ, പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നിനെയും നമുക്കിവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഉസ്താദുമാർ അതുപോലത്തെ തുണി ഉരിയുന്ന ലൈവുകൾ ചെയ്യുന്നുണ്ട്, ചെന്ന് കേട്ടോ. ആരും നിങ്ങളെ ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പ്രത്യേക വിഷയം സംസാരിക്കുവാൻ വേണ്ടിയാണ് ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. മീഡിയ വണ്ണിന്റെ അടുപ്പുകൂട്ടി ചർച്ചയ്ക്കെതിരിൽ അതിനെതിരിൽ ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞു. ആ പോസ്റ്റിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റിൽ വരികയാണ്. വളരെ മോശമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. കേരളത്തിലെ ഈ മീഡിയ വണ്ണിന്റെ ആശയവുമായി ഒരിക്കലും ഒത്തുചേർന്ന് പോകാത്ത, അവരെ വിമർശിക്കുന്ന, സീതാബുദ്ധിനെയൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സഹോദരനാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് സീതാബൂതാണ് ഇപ്പോ നമ്മുടെ ഹീറോ എന്നാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ അടുപ്പുകൂട്ടി ചർച്ചയിലൂടെ സീതാബൂതും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ജനസാമാന്യത്തെ അവർ പ്രത്യേകമായ ഒരു അജണ്ടയിലൂടെ അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദാവൂദ് കാക്കായുടെ ലക്ഷ്യം എന്താണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചറിയുന്ന, മൗദൂദിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചറിയുന്ന, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളെ കുറിച്ചറിയുന്ന ഒരാൾക്കും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു ചോദ്യമാണ് കേട്ടോ. നമ്മുടെ അശ്വിൻ വന്ന് ചോദിക്കുകയാണ്, ടീച്ചർ എന്തോ ഒരു ഇരുമ്പ് ചെട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ഭൂമിയിൽ പൊട്ടിത്തെറിച്ച് അങ്ങ് സ്വർഗത്തിലെത്തുന്ന ഇവർക്ക് ആ ഭാഗത്ത് മാത്രം സംരക്ഷണം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ബാക്കി ശരീരഭാഗം ഇല്ലെങ്കിലും അശ്വിൻ, ഇവർക്ക് അത്ര ചിന്തിക്കാനുള്ള ബുദ്ധിയെ പടച്ചും കൊടുത്തിട്ടുണ്ട്. ശരീരഭാഗം മുഴുവനും പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഇരുമ്പിനെ ഭേദിച്ച് കല്യാണ സാധനം തൊടാതിരിക്കാൻ സ്ഫോടക വസ്തുക്കൾക്ക് കഴിയും എന്ന് വിശ്വസിക്കാനേ ഇവരുടെ തലച്ചോറ് പറ്റൂ. മദ്രസയിലെ ചെറിയ പ്രായത്തിലെ ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുമല്ലേ തലച്ചോറെന്ന് പറയുന്ന സാമാനം. ഒരു മന്ത്രവാദിയായ ഒരു കുഴലൂത്തുകാരൻ എലികളെ കൊണ്ടുപോയതും കുട്ടികളെ കൊണ്ടുപോയതും ഒക്കെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഇവർ ഈ ഒരു പരിപാടിയിലൂടെ ഒരു വിഭാഗത്തിന്റെ ചെറുപ്പക്കാരൻ അവരെ ഇങ്ങനെ പ്രത്യേകമായ ഒരു ചിന്തയിലേക്ക്, പ്രത്യേകമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. കാരണം ഇപ്പോ പാലത്തായി കേസ്, ഞാൻ അതിലേക്കൊന്നും വിശദമായി കടന്നു പോകാനേ ഉദ്ദേശിക്കുന്നില്ല. പാലത്തായി കേസിന്റെ വിശദാംശങ്ങള് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അധ്യാപകനെ മനഃപൂർവ്വം കുരുക്കിയതാണ് ലൈല എന്ന് പറയുന്ന അധ്യാപിക, നമുക്കറിയാം. കേരളത്തിൽ ആദ്യമായി, കേരളം സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി നടന്ന ഒരു സംഭവമല്ല അത്. അതിന് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. കേരളത്തിലെ എല്ലാ ജാതിയിലുംപ്പെട്ട, എല്ലാ മതത്തിലുംപ്പെട്ട ആളുകൾ, എല്ലാ മതത്തിലുംപ്പെട്ട പുരോഹിതന്മാർ, അവരെല്ലാവരും ചെറിയ ചെറിയ മക്കളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കേരളം ആഘോഷിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വല്ലാത്ത അവസ്ഥാവിശേഷം. കമ്പാർട്ട്മെന്റുകളായി, കമ്പാർട്ട്മെന്റുകളായി തിരിഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ വലിയ വലിയ ക്യാമ്പയിനുകൾ. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എവിടേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുക, വർഗീയവൽക്കരിച്ച് ധ്രുവീകരണം ഉണ്ടാക്കി മനുഷ്യരെ പരസ്പരം അകറ്റി ഒരു വല്ലാത്ത ശത്രുതാ മനോഭാവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനുകളാണ് ഇത്തരം അടുപ്പുകൂട്ടി ചർച്ചകളിലൂടെ സീതാബുദും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കിങ്കരന്മാരും ലക്ഷ്യം വെക്കുന്നത്. അവര് പറയുന്ന വാർത്തകളിൽ ഒരു തരിമ്പും സത്യമില്ല. എന്തൊക്കെയാണ് ദാവൂദ് പറയുന്നത്? പച്ചക്കറിയിൽ വരെ വർഗീയത ഗവേഷണം ചെയ്യുന്ന, ഖനനം ചെയ്യുന്ന സീതാബുദ്. ഞാൻ എന്റെ കേരളത്തിലെ പ്രിയപ്പെട്ട മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. ഹിന്ദുക്കളോടോ മുസ്ലിമീങ്ങളോടോ ക്രിസ്ത്യാനികളോടോ കമ്മ്യൂണിസ്റ്റിനോടോ ക്യാപിറ്റലിസ്റ്റിനോടോ അല്ല, മറിച്ച് മലയാളികളോട്, മനുഷ്യരായി സ്നേഹത്തോടെ ഈ നാട്ടിൽ ജീവിച്ചു വന്ന
മനുഷ്യരോടാണ്, മലയാളി സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ മൗദൂദ്യമം അവര് നേതൃത്വം നൽകുന്ന ഈ മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ഈ മുക്കാൽ ചാനൽ അവര് പുറത്തുവിടുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ അധികവും കള്ളമാണ്. സത്യത്തിന്റെ ഇത് തന്നെയല്ലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇവരുടെ അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുത. അവരുടെ ചർച്ചയ്ക്ക് ആരൊക്കെ വരണമെന്ന് അവർക്ക് തന്നെ നേരത്തെ അറിയാം. മുമ്പ് മുത്തലാഖ് വിഷയം വന്ന സമയത്ത് എന്നെ അവരൊരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. സംസാരിക്കാൻ നമുക്ക് സമയം തരില്ല. പിന്നീട് ഞാൻ അവരുടെ ചർച്ച അതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ഒരിക്കൽ മാത്രം. ഇപ്പോഴല്ല കേട്ടോ, 2018-19 അവരുടെ ചാനലുകളിലൂടെ എന്താണ് പുറത്തു വരേണ്ടത് എന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്ലാമിക രാഷ്ട്രമാകണം, അരിക്കും മലരിനും കുന്തിരിക്കത്തിനും വില കൂട്ടുക. എന്നിട്ട് അവർ തന്നെ അത് വാങ്ങിവെച്ച് ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലേക്ക് ഓരോ കിറ്റുമായി നിങ്ങളുടെ വീടുകളിലേക്ക് അവര് വരും. വരുന്നത് വോട്ട് ചോദിക്കുന്നു എന്ന വ്യാജേനയായിരിക്കും. ഒന്ന് ഓർത്തു വെച്ചോ. അവരുടെ കയ്യില് അരിയും മലരും കുന്തിരിക്കവും ഉണ്ടാകും. ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് സൗജന്യമായിട്ട് മരണാനന്തര ക്രിയകൾക്കു വേണ്ടുന്ന അരിയും മലരും കുന്തിരിക്കവുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന് ഒന്ന് ഓർത്തു വെച്ചോ, ഉപകരിക്കും. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. സീതാവൂത് മാത്രമല്ല, ഈ മുക്കാൽ വണ്ണിലൂടെ ഇവര് വിഷമാണ് വാരി വിതറുന്നത് എന്ന് എത്രയോ കാലങ്ങളായിട്ട് നമ്മള് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ജോസഫ് മാഷിന്റെ വിഷയമായിരുന്നാലും ശരി, നമ്മുടെ പപ്പൻ മാഷിന്റെ വിഷയമായിരുന്നാലും, ഇലക്ഷൻ വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ഇവരൊക്കെ വാതോരാതെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിന്റെയൊക്കെ ലക്ഷ്യം ഇത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ലിബിൻ, നിങ്ങളൊക്കെ കുറെ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. എന്റെ നമ്മൾ എന്ത് പറയണമെന്ന് നിനക്ക് വല്ല നികുതിയും തരണോ? നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാൻ. നമ്മുടെ അഭിപ്രായം നിന്നോട് പറയണമെങ്കിൽ ഞാൻ നിനക്ക് നികുതി വല്ലതും തരണോടാ? സത്യത്തിന്റെ നേരിന്റെ ഒരു തരിമ്പ് പോലും അവരുടെ വാർത്തയിൽ ഇല്ല. അവര് ഉത്തർപ്രദേശിലെ വാർത്ത കൊടുക്കുന്നു, ബംഗ്ലാദേശിലെ കൊടുക്കുന്നു, അതുപോലെ ജാർഖണ്ഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ, കശ്മീർ എന്ന് പറഞ്ഞ് ഒരുപാട് വിദൂരങ്ങളായ സ്ഥലങ്ങളിലെ വാർത്തകൾ അവർ കൊടുക്കാറുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് സത്യമാണ് എന്ന്. സത്യത്തിന്റെ നേരിന്റെ ഒരു കണിക പോലും മീഡിയ വൺ പുറത്തുവിടുന്ന വാർത്തയിൽ ഇല്ല എന്ന് ഞാൻ കേവലം അവകാശവാദം ഉന്നയിക്കുകയല്ല, മറിച്ച് ആരോപണം ഉന്നയിക്കുകയല്ല. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. എന്റെ അനുഭവം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന്റെ കോഴിക്കോടുള്ള ഓഫീസും എന്റെ വീടും തമ്മിൽ കൃത്യം 35 കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധിയുള്ളത്. 35 കിലോമീറ്റർ. ആ 35 മീഡിയ എനിക്ക് 14 കിലോമീറ്റർ. ചാനലിന്റെ ഓഫീസിൽ നിന്ന് കേവലം 35 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള എന്നെ കുറിച്ച് ഈ വ്യക്തിഗത ചാനലിൽ വന്ന ഒരു വാർത്തയുടെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ പേരിൽ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്ന സമയത്ത്, ആ ഒരു കേസ് വന്ന സമയത്ത് മീഡിയ വൺ ചാനലിൽ അവർ എഴുതിവിടുക. അവർ ഫേസ്ബുക്ക് പേജിൽ അവരുടെ വാർത്തകളിൽ അവർ പറയാം, എന്റെ പേരൊക്കെ പറഞ്ഞു വിഷാദ് സുല്ലമി. അവർക്ക് എന്നോടുള്ള വെറുപ്പെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി ശക്തമായി ആദർശപരമായി വിഭിന്നമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രധാനമായിട്ടും രാജ്യസ്നേഹം, അതാണ് പ്രശ്നം. നമ്മുടെ BJP രാഷ്ട്രീയം ഇവർക്ക് പ്രശ്നമാണ്. നരേന്ദ്രമോദിയെ പിന്തുണച്ചാൽ അത് ഇവർക്ക് പ്രശ്നമാണ്. ഇന്ത്യൻ ആർമിയെ അംഗീകരിച്ചാൽ അത് ഇവർക്ക് പ്രശ്നമാണ്. രാഷ്ട്ര താല്പര്യത്തോടൊപ്പം നിന്നാൽ ഇതവർക്ക് പ്രശ്നമാണ്. ഞാന് ഒരു വയസ്സിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയ വൺ കുറെ നാളത് ആഘോഷിച്ചിരുന്നു. പലരും പറഞ്ഞു എന്നോട്, മീഡിയ വണ്ണിനെതിരെ കേസിന് ജീവനാംശം കിട്ടും. എന്റെയൊക്കെ ജീവനാംശം വാങ്ങിച്ചിട്ട് എന്തിനാ? വ്യക്തിയായി ഞാൻ, ആ പ്രസ്ഥാനത്തിലുള്ള ആളായി ഞാൻ. അവരെഴുതി വിട്ടത് എന്താണെന്നറിയോ?
അവർ എഴുതി വിട്ടത്, ഈ വ്യക്തി റിഷാദ് സുല്ലമി എന്ന് പറയുന്ന ഞാൻ വെള്ളിയാഴ്ച ജുമുഅ ഖുതുബകളിൽ ഈ പറയുന്ന ഹലാൽ ബിസിനസിനെ കുറിച്ച് വാചാലനാകും. എന്റെ പരിപാടി എന്താ? വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയാൽ ഇന്നൽ ഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ഹംദും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളോട് ഹലാലായ ബിസിനസിനെ കുറിച്ച് ധാരാളമായിട്ട് പറയാം. എന്നിട്ട് ആളുകൾ അതിലേക്ക് ആകർഷിക്കാം. അങ്ങനെ ആകർഷിക്കപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും വാങ്ങാം. അതായിരുന്നു റിഷാദിന്റെ പരിപാടി എന്ന് ഈ മുക്കാൽ ചാനലിൽ അവർ എഴുതി വിട്ടതാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കും, ഓഹോ, അപ്പൊ നിന്നെ കുറിച്ച് എഴുതിയതാണല്ലേ എന്റെ അമർഷത്തിന് കാരണമെന്ന്. ഞാൻ ബാക്കി കൂടെ പറയട്ടെ. ഈ പറയുന്ന മേൽ സൂചിപ്പിക്കപ്പെട്ട ബിസിനസ് ഒരു സുഹൃത്ത് ഫോം ചെയ്യുന്നതിന്റെ 3 വർഷം മുമ്പ് ജുമുഅ ഖുതുബകൾക്ക് പോകുന്ന പരിപാടി ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. സത്യം പറയാൻ മീഡിയ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മതപരമായ പ്രഭാഷണങ്ങൾക്ക് പോകുന്ന ആ ഒരു ജോലി അത് നിർത്തിവെച്ചിട്ടുണ്ട്. സംഘടനയിലുണ്ടായ ചില ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ആ എന്നെയാണ് ഇവർ എഴുതി വിടുന്നത്, ഇവർ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നത്, ഇവർ എഴുതി വിടുന്നത് വെള്ളിയാഴ്ച ജുമുഅ ഖുതുബകളിൽ ധാരാളമായി ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമെന്ന്. എന്റെ പ്രിയപ്പെട്ട മലയാളികളെ, ഞാൻ ഖുതുബ നടത്തിയതെല്ലാം അതിൽ സിംഹഭാഗവും കേരളത്തിലെ ഞാൻ നിലകൊണ്ടിരുന്ന പ്രസ്ഥാനത്തിന്റെ ജില്ലകളിലെ ആസ്ഥാന പള്ളികളിലായിരുന്നു. എന്റെ ഖുതുബ കേട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയാൻ കഴിയോ റിഷാദ് ജുമുഅയിൽ ബിസിനസിനെ കുറിച്ച്, ഹലാലായ കച്ചവടത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന്? പറയാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പൊ കേവലം നിഷ്പക്ഷത കാപട്യമാണ് അഷ്റഫെ. മീഡിയ വൺ നിഷ്പക്ഷ ന്യൂസ് ആണ്. അതിൽ നിന്ന് തന്നെ ഇവരുടെ കാപട്യം വ്യക്തമല്ലേ? നിർഭയം, നിരന്തരം നേരിട്ട് തന്നെ പറയാൻ സാധിക്കുന്നതാണ് സത്യം. മീഡിയകൾ അങ്ങനെയായിരിക്കണം. മറ്റേത് കാപട്യമാണ്. ഒരു മാധ്യമത്തിനും ചേർന്ന ഒരു ജോലിയല്ല നിഷ്പക്ഷത എന്ന് പറയുന്നത്. സത്യം സത്യമായി പറയാൻ കഴിയണം എന്നതാണ് അതിന്റെ ക്വാളിറ്റി. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദിയുടെയും മീഡിയ വണ്ണിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എല്ലാം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇവരുടെ ഒക്കെ ലക്ഷ്യം മൗദൂദി എന്താണോ തുടങ്ങി വെച്ചത്, ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം. ഇപ്പൊ കേരളത്തിലെ ഐസിസിന്റെ PFIയുടെ സമാന്തരമായിട്ടുള്ള ടെലഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ട് എന്ന് കുറച്ചു നാള് മുമ്പല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? മാധ്യമങ്ങളിൽ അത് വന്നതല്ലേ? എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു സമാന്തരമായ ഒരു എക്സ്ചേഞ്ച് സ്ഥാപിക്കാൻ സാധിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം ഇസ്ലാം മത രാജ്യമാകുമെന്ന് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. സമാന്തരമായിട്ടുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ നിന്ന് 2021 ജൂണിൽ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്ത പല ആളുകൾക്കും ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. അതിന്റെ നമ്പർ സഹിതം ആന്റി ടെററിസം വിങ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഐസിസിന്റെ PFIയുടെ സമാന്തരമായിട്ടുള്ള ടെലഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ട്. 2021 ജൂണിലാണ് ആദ്യമായി കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഇതുപോലെ രാജ്യത്തിന് സമാന്തരമായിട്ടുള്ള ഒരു ഭരണവും അവരെ നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടവും അവർക്കൊരു ഭരണഘടനയും ടെലിഫോൺ എക്സ്ചേഞ്ചുകളും വരെ ഉണ്ട് എന്ന് ആന്റി ടെററിസം സൈബർ വിങ് ഒക്കെ ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിട്ടു. അവരുടെ നമ്പറുകളിൽ വന്ന ഭീഷണി കോളുകൾ, അവരെ നിരന്തരം കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നതിന്റെ അന്വേഷണങ്ങളൊക്കെ അവര് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോ IB പോലെയുള്ള സംവിധാനങ്ങൾ, ED പോലെയുള്ള സംവിധാനങ്ങൾ, NIA, ഇവരൊക്കെ ഇവരുടെ സമാന്തരമായിട്ടുള്ള ധാരാളം ടെലിഫോൺ ശൃംഖലകൾ പിടിച്ചെടുത്തു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ 2021 തന്നെ മലപ്പുറം, കോഴിക്കോട്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ഇതുപോലെയുള്ള സമാന്തരമായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ പിടിച്ചെടുത്തതിന്റെ വാർത്തകൾ കണ്ടതാണ്. എന്താ അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത്? ഏതു വാർത്തയാണോ രാജ്യത്തിന്
തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിയുള്ളത്. ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുന്നത് ആ വാർത്തകൾ മുക്കുക. അത് രാജ്യത്തിന് എതിരായിട്ട് കൊണ്ടുവന്ന് നിർത്തുക. 2021 ജൂണില് സമാന്തരമായ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഒരേ വ്യക്തിക്ക് തന്നെ 13ഓളം ഭീഷണി കോളുകൾ വന്നതും ആദ്യമായി തീവ്രവാദ സംഘടനകളുടെ 7 സമാന്തരമായിട്ടുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കോഴിക്കോട് നിന്ന് മാത്രം IB പിടിച്ചെടുത്തതും അന്ന് വാർത്തയായതാണ്. പിന്നീടാണ് അത് മലപ്പുറം, ബാംഗ്ലൂര്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീവ്രവാദ സംഘടനകളുടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടിക്കുന്നതിലേക്ക് കൂടി നീങ്ങിയത്. നിരവധി അറസ്റ്റുകൾ അന്ന് തന്നെ നടന്നിരുന്നു. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കൂട്ടമായിട്ട് തൂക്കി. പാക്, ISI, ഇത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹമാസോളികൾക്ക് അവരൊക്കെ ആയിട്ടാണല്ലോ ബന്ധം. അന്നാണ് ഹിറ്റ് ലിസ്റ്റുകൾ പിടിക്കുന്നത്. നിരവധി അനവധി ഇസ്ലാമിനെ എതിർക്കുന്നവരുടെയും RSS BJP അംഗങ്ങളുടെയും ഒക്കെ കൊലപാതകങ്ങളുടെ നീണ്ട നിര, കൊന്നവരുടെയും കൊല്ലപ്പെടാനുള്ളവരുടെയും ലിസ്റ്റുകൾ. അങ്ങനെ ഒരുപാട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തെളിവുകൾ അന്ന് IB കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ആ കേസ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. കോടതി വ്യവഹാരങ്ങളിലുള്ള കേസാണ്. അന്ന് വരെ ഒരു രഹസ്യാന്വേഷണ സംവിധാനവും കേരളത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് സമാന്തരമായിട്ടുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നില്ല. ISIക്ക് കേരളത്തിൽ വിങ്ങുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നില്ല. 2021 ഈ കണ്ടെത്തൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി മാറി. ഇപ്പോൾ വീണ്ടും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഇവിടങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദ സംഘടനകൾ ഇതേപോലെയുള്ള എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. തീവ്രവാദം, സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഹലാൽ ജിഹാദ്, പണം വേണ്ടേ, ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ തകർത്ത് അവർക്ക് സമാന്തരമായി ഒരു ഭരണം സ്ഥാപിക്കണം. അതും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം. എന്നാലല്ലേ നമ്മുടെ രാജ്യത്ത് ഇവർക്ക് ഐസിസും താലിബാനിസവും പിന്നെ ലഷ്കർ ഇ തൊയ്ബയും അൽ-ഖ്വയ്ദ ഇവർക്ക് പിന്നീട് അങ്ങോട്ടെങ്ങും പോകേണ്ടി വരില്ലല്ലോ. ഇവിടെ ഇരുന്ന് തന്നെ ഇവരുടെ സകലമാന അജണ്ടകളും ഓപ്പറേറ്റ് ചെയ്യാമല്ലോ. നമ്മുടെ രാജ്യത്ത് ഇത്തരം അന്വേഷണ സംവിധാനങ്ങളും നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രീതിയും ഒക്കെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വേടന്മാർക്കാണ് സ്ഥാനം, അല്ലേ? ലഹരി അടിച്ച് കിറുങ്ങി കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുപോയിട്ട് സർക്കാർ ചെലവിലായോ അവാർഡുകളും റിവാർഡുകളും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു രീതി. ആരെ കുറിച്ചിട്ടാണ് സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ പഠിക്കേണ്ടത്? അതുപോലും നമ്മുടെ സർക്കാരുകൾക്ക് കൃത്യമായിട്ടൊരു ബോധമില്ല. അവർക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പോലും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവരൊക്കെ എന്തു മാറ്റമാണ് ഈ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ വരുത്തിയിരിക്കുന്നത്? ഇപ്പോ റാപ്പർ വേടൻ ആശുപത്രിയിൽ ഒരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ? എന്താണ് കാരണമെന്ന് പോലും അറിയില്ല. അടിച്ച് കിറങ്ങി കോൺതെറ്റി കിടന്നതാണ്, കൂട്ടിയിട്ട് കത്തിച്ച് എത്തി വലിച്ചതാണോ ഒന്നും അറിയില്ല. ദുബൈയിലെ മുഹൈസിന അല്ലെ, അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിലാണത്രേ ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നവംബർ 28 തീയതി ഇങ്ങോട്ട് ദോഹയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പാഠപുസ്തകത്തിൽ വരെ കയറത്തക്ക രൂപത്തിൽ ഇവർക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പറയാനില്ല കേട്ടോ. നാളെ ഇതിലപ്പുറവും സംഭവിക്കും. തുണിയില്ലാതെ പാട്ടുപാടുന്ന വേടന് കുറെ പഠന സമ്പത്തുകളുണ്ട്, ഈ സമ്മതിച്ചു കേട്ടോ. ആ തുണിയില്ലാതെ പാട്ടുപാടുന്ന ആളുകൾക്കാണ് ഇവിടെ മാർക്കറ്റ്. ബലാത്സംഗത്തിനും അമിതമായ ലഹരി ഉപയോഗത്തിനുമൊക്കെ
അറസ്റ്റിലായ വ്യക്തിയെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ കുഞ്ഞുമക്കൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നറിയില്ല. റോയൽറ്റി മുഖ്യം ബിഗിലേ അതുവഴി കിട്ടുന്ന ഒരു പ്രശസ്തിയും അല്ലേ. ബലാത്സംഗ കേസിലാണ് റാപ്പർ വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കാണുന്നത്. അയാളെ കുറിച്ച് പഠിക്കാനാണ് നമ്മുടെ മക്കള് ഇരിക്കുന്നത്. ഈ വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് അന്ന് പോലീസ് പറഞ്ഞതാണ്. മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും അയാളെ ചോദ്യം ചെയ്യുന്നതെന്നും വിവാഹം വാഗ്ദാനം ചെയ്ത് 5 തവണ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ വാർത്ത വന്നിടും. ഒരു യുവ ഡോക്ടർ പരാതി പറഞ്ഞത്. വേടൻ എന്തല്ലേ ഇതൊന്നും കക്ഷിക്കൊരു വിഷയമൊന്നുമല്ല. കക്ഷി അതിനെയൊക്കെ പുല്ല് പോലെ തരണം ചെയ്യും. കാരണം ധാരാളം പദസമ്പത്തുകളുണ്ടല്ലോ. അയാളുടെ എഴുത്തുകള്, അയാളുടെ റാപ്പ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതിനോടൊന്നും നമുക്ക് വിഷയമില്ല. ഇതിനു മുമ്പ് ഈ ചരിത്ര പാഠപുസ്തകത്തിൽ വേടനെ കുറിച്ച് പഠിക്കാൻ ഒരു ഭാഗം വേണം എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഇയാള് എവിടെയാണെന്ന് അറിയാതെ ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ച് ഒരു വാർത്ത വന്നിട്ട് ഒരാഴ്ചയായിട്ട്. പഠിക്കണം. വേടനെ കുറിച്ച്, വേടനൊക്കെ എന്താണ് നമ്മുടെ നാട്ടില് നവോത്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും ഓരോരുത്തർക്കും ഓരോ ആംഗിളിലായിരിക്കുമല്ലേ ചിന്ത. സാരമില്ല. അപ്പോ നമ്മുടെ നാടിന്റെ രീതി ഇതായിരിക്കുമ്പോ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചേക്കേറാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടല്ലേ. ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചതും അറിയാലോ. മൊത്തം 3300, 3200, 3300 ബാക്കി എവിടെയെന്ന് അറിയില്ല. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് റാപ്പ് അങ്ങനെ നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. വെൽഫെയർ പാർട്ടിക്കാരുടെ നാടകം, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിഷേധം, സമസ്തയുടെ പ്രസ്താവന, മുസ്ലിം ലീഗിന്റെ ഒരു പ്രതികരണം, ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തമായിട്ടുള്ള നിലപാടുകള്, വേടന്റെ ഒരു റാപ്പ്, ട്രെയിനില് ദേശഭക്തി ഗാനം പാടിയപ്പോഴുണ്ടായ പ്രതികരണങ്ങളൊന്നും ഡൽഹി സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ ഇല്ലല്ലോ. അതെന്താ? ഞമ്മന്റെ ആളുകളാണ് എതിർഭാഗത്തല്ലേ. അല്ല, ഒരു റാപ്പ് ചിലപ്പോ ആൾ എഴുതുമായിരിക്കും കേട്ടോ. കാരണം എന്തെന്നറിയാമോ? നോക്കാം, കാത്തിരിക്കാം. എന്തായിരുന്നാലും മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വേടൻ കരസ്ഥമാക്കി. ഓക്കെ, അങ്ങനെ സംഗീത ചലച്ചിത്രത്തിലെ ചരിത്രത്തിലാദ്യമായിട്ട് റാപ്പ് എന്ന ഒരു സംഗീത രൂപം മലയാളത്തിൽ അംഗീകരിക്കപ്പെടുവാണ്. സ്വന്തം വരികൾ എഴുതിയ, സ്വന്തമായിട്ട് തന്നെ ആലപിച്ച ഒരു ഗാനം. ആ രചനയ്ക്ക് അവാർഡ് കിട്ടുന്നതും ആദ്യമായിട്ടാണ്. അപ്പോഴും റാപ്പ് എന്ന് പറയുന്ന സംഗീത രൂപത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ ചരിത്രം എന്താണെന്നോ അറിയാതെ ഈ സംഗീത രൂപം ആസ്വദിക്കാൻ കഴിയാത്ത ഒരു സരിഗമ പധനിസ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത്തരം ഉപാസകർക്കു മാത്രം മനസ്സിലാകുന്ന രൂപത്തിൽ ആകണം എന്നൊന്നും ഒരു വ്യാമോഹവും റാപ്പുകാർക്കില്ല. ആദിവാസി ഗായികയായിട്ടുള്ള നഞ്ചി അമ്മ, അവർക്ക് എന്താണ് ഒരു ട്രൈബൽ സോങ്, അതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സമയത്ത് അഭിനന്ദിച്ചവരാണ് നമ്മൾ. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇടാത്ത, 6 ദേശീയ അവാർഡുകളും കൂടി വാങ്ങിയ വാനമ്പാടിയോട് ചില ആളുകൾക്ക് ഒരു മതിപ്പുണ്ടായിരുന്നു. അപ്പൊ റാപ്പ് സംഗീതത്തിന്റെ വേരുകൾ തേടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അടിമത്തത്തിൽ കഴിയുന്ന ആളുകളുടെ കലയും കവിതയും അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ വേടൻ പലസ്തീനെ ഒന്ന് താങ്ങി, ഒന്ന് പൊക്കി. ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി വേടൻ വാതോരാതെ സംസാരിച്ചു. യാസർ അറഫാത്തിന്റെ ചങ്കാണെന്ന് പറഞ്ഞു. ഈ വേടന് ജാമ്യം ലഭിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാണത്രേ വേടൻ ഒരു വർഗീയവാദിയാണ്. കാരണം അത്രമാത്രം വിഷമാണ് അയാൾ ഈ സമൂഹത്തിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധന തലയ്ക്ക് പിടിച്ച് തെറി വിളിക്കാൻ ആരും ഇതുവഴി വരണ്ട.
അതായത് വേടന്റെ പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം. നല്ല വരികളാണ്, നല്ല പദസമ്പത്തുകളുണ്ട്. പരന്ന വായനയുള്ള പയ്യനാണ് ഹിരൺദാസ് മുരളി, നമ്മൾ സമ്മതിക്കുന്നു. പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇവൻ ജാതി എന്ന് പറയുന്ന ഒരു വിക്ടിം കാർഡ് അവിടെ ഉപയോഗിക്കും. അതാണ് വിഷയം. അതിലെ ഏറ്റവും അപകടകരമായ ഒരു വസ്തുതയും അതാണ്. ഡോക്ടർ അംബേദ്കർ, അയ്യങ്കാൾ, ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഈ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു സാഹോദര്യത്തെയാണ് വേടൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാരും വിക്ടിം കാർഡ് ഇറക്കി കളിച്ചവരായിരുന്നില്ല. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാണ്. എന്തടിച്ചമർത്തം? എന്റെ അമ്മയൊരു അഭയാർത്ഥിയായിരുന്നു. നമ്മുടെ രാജ്യം സ്വീകരിച്ചില്ലേ? അവർക്ക് എന്ത് പരിഗണനയാ നൽകാതിരുന്നത്? ഈ കാലഘട്ടത്തിൽ ജാതി ചോദിക്കുന്നത് കല്യാണത്തിനാ, അല്ലെങ്കിൽ സംവരണത്തിനാ. അല്ലാതെ ജാതീയപരമായിട്ട് അടിച്ചമർത്തലുകൾ ഉണ്ടാവും. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മധുവിന്റെ ഒക്കെ കേസ് നമുക്ക് അറിയുന്നതാണ്. ഒന്നുമില്ലെന്നല്ല. കൂടെയുള്ളവന്റെ ജാതി നോക്കിയല്ല പുതിയ തലമുറ സൗഹൃദം സ്വീകരിക്കുന്നത്. നമ്മൾ കോളേജുകളില്, ക്യാമ്പസുകളില്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സ്കൂള്, കോളേജ്, നഴ്സറി ഒക്കെ നമ്മൾ കാണുന്നില്ല. അവിടെയൊക്കെ ജാതിയുടെ ഇത്തരം വിഭിന്നത കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഏതെങ്കിലും ഒരു കോളത്തിൽ ജാതി ചോദിച്ചെങ്കിലായി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജാതീയപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാകാം, അത് ശരിയാണ്. പക്ഷേ ആ അടിച്ചമർത്തലുകൾക്ക് നരേന്ദ്രമോദി എന്ത് കഴിച്ചു? ഇന്നാണോ അന്ന് കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ട് പ്രതിഷേധിക്കുന്നത്? ഇന്ന് നീതി കിട്ടിക്കൊണ്ടിരിക്കുവല്ലേ? 3-4 തലമുറ കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ്. ബുക്കിലൂടെ മാത്രം കേട്ടിട്ടേ ഉള്ളൂ ഇവർ ഈ അടിച്ചമർത്തലിനെ കുറിച്ചിട്ടൊക്കെ. ഇന്ന് പുതിയ തലമുറയോട് വേടൻ അന്ന് അനുഭവിച്ചതിന് പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുന്ന സായുധ സമരം അതിനു വേണ്ടി വേണമെന്ന് പറയുന്നത് തീവ്രവാദമാണ്. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല. മാസ് ഡയലോഗാ വേടന്റെ. ഇതെന്തു മൈരെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് ഞാൻ പാണനാണ്, പുലയനാണെന്നൊക്കെ പറയുന്നത് പോലും അവര് മാത്രമാണ് സംവരണത്തിന് വേണ്ടി. അല്ലാതെ നീ അങ്ങനെയാണോടാ, നീ ഇങ്ങനെയാണോടാ, നീ ആ ജാതിയാണോടാ, ഈ ജാതിയാണോടാ, അങ്ങനെ ഇടപഴകാൻ കൊള്ളുന്നവരാണെങ്കിൽ അവനുമായിട്ട് സൗഹൃദം, അവരെ വീട്ടിലും കയറ്റും, അവരുടെ വീട്ടിൽ ഇവരും പോകും. എന്തിലും ഏതിലും ജാതിയും സ്വത്വബോധവും വർണ്ണവും തൊലിയുടെ നിറവും ഒക്കെ നോക്കി മാത്രം പ്രതികരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏത് വിഭാഗമാണെന്ന് നോക്കിയാൽ മതി. നൈജീരിയക്ക് വേണ്ടി കരയാത്ത എന്താ? തൊലി കറുത്തവരാ. ഗാസയ്ക്ക് വേണ്ടി കരയുന്ന എന്താ? സൗന്ദര്യമുള്ളവരാ, മുസ്ലിങ്ങളാ. അപ്പോ ഇവിടെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്നാക്കി തീർത്ത് അങ്ങനെ മനുഷ്യന്റെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം തകർക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ, പ്രധാനമന്ത്രി ആരാ? അതൊക്കെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാ. ജോലിയിൽ, വിദ്യാഭ്യാസത്തിലൊക്കെ 50 മുതൽ 65% വരെ സംവരണം രാജ്യത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെന്താ അടിച്ചമർത്തല? എന്നിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ അടിച്ചമർത്തപ്പെട്ടവരാണോ? എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കഴിവില്ലായ്മയാണ്, നിങ്ങളുടെ മനോഭാവത്തിന്റെ കുഴപ്പമാണ്. ആ കഴിവില്ലായ്മയെ, ആ ന്യൂനതയെ മറച്ചു പിടിക്കാൻ, നിങ്ങളുടെ കഴിവുകേടിനെ മറച്ചു പിടിക്കാൻ, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന കഠിനാധ്വാനം കൊണ്ട് വളർന്നു വരുന്നവരെ കുറിച്ച് പറഞ്ഞാൽ, കഞ്ചാവ് കേസിലും സ്ത്രീകൾക്കെതിരെ ലൈംഗിക ആക്രമണം നടത്തിയതിലുമൊക്കെ ആരോപണം നേരിട്ട് അറസ്റ്റിലാകുന്ന സമയത്ത് ജാതിക്കാട് ഇറക്കി, തൊലിയുടെ നിറമൊക്കെ ഇറക്കിയിട്ടേ വർണ്ണ ഗൂഢാലോചനയാണ് അതിന് പിന്നിലെന്ന് നമ്മൾ പറയും. അല്ലാതെന്താ? ബ്രാഹ്മണിക്കൽ ഹെജിമണി, ഇതൊക്കെ നിങ്ങളുടെ പരാജയം. ഇത് കുറച്ച് മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചു വേടനെ. അവർക്ക് അനുകൂലമായിട്ട് പറയാൻ ആള് നിർബന്ധിതനാണ്. സ്വന്തം ജീവിത പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരണ്ട. കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താത്തത് നിങ്ങളുടെ കുഴപ്പമാണ്. എന്നിട്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. തുല്യനീതി എന്ന് പറഞ്ഞ് സമരം ചെയ്യാനും ഞങ്ങൾക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കി കരഞ്ഞിട്ട് കാര്യമില്ല. മെച്ചപ്പെട്ട ജീവിതത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, 1-2 തലമുറ കഴിയുമ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാ? നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നതാണത്. അപ്പോ ആർക്ക് ആരെയാണ് സുഖിപ്പിക്കേണ്ടത്, ആർക്കു വേണ്ടിയാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉണ്ടാകുന്നത് എന്ന്
ഇസ്രായേൽ ഹമാസ് വിഷയം വന്നപ്പോൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായതാ, എന്റെ പണി മുഹമ്മദ് ആണോ ചെയ്യുന്നത്? മുഹമ്മദ് വന്നൊരു കാര്യം ചെയ്യ, എന്റെ വീട്ടിൽ 2-3 കക്കൂസ് ഉണ്ട്, വന്ന് കഴുകിയിട്ട് പോയിക്കോ, എനിക്കൊരു പണിയുമില്ലേന്ന്. അവൻ ചിലപ്പോൾ ഒരു പണിയും ഇല്ലാതിരിക്കുമായിരിക്കും, മറ്റുള്ളവർക്ക് പണിയുണ്ടോ ഉണ്ടോ എന്ന് നോക്കി മറ്റുള്ളവരുടെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ കക്കൂസ് ഒന്ന് കഴുകണടാ, പട്ടിക്കൂടൊന്ന് കഴുകാനുണ്ട്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗ് ഉണ്ട്, ബില്ല, ഡോബർമാൻ, അതിനെ ഒന്ന് കുളിപ്പിച്ച് അതിന്റെ കയ്യിൽ നിന്ന് സാമാനത്തിൽ ഒരു കടിയും വാങ്ങിച്ചോ, ചെല്ലുന്നിട്ട്. എടാ നാറികളെ, നിങ്ങൾ ഇവിടെ വന്നിട്ടേ എന്റെ ജോലിയെക്കുറിച്ച് അന്വേഷിക്കണ്ട, ഇത് എന്റെ ജോലിയാ. ഞാൻ ഈ ലൈവിലിരിക്കുമ്പോൾ എന്റെ പണി വന്ന് നീയൊക്കെയാണോ ചെയ്യുന്നത്? ആണോ? നീയൊക്കെ നിന്റെ പണികൾ ചെയ്യാതെ എന്തിനാടാ എന്റെ ലൈവിലേക്ക് വലിഞ്ഞു കയറി വരുന്നത്? അല്ലെങ്കിൽ ഇരുമ്പ് നിക്കറിട്ടിട്ട് സിറിയയിൽ പോയിട്ട് പൊട്ടിത്തെറിക്കട്ടാ പോ. മറ്റുള്ളവരുടെ പണി എന്താണെന്ന് നോക്കി നിങ്ങൾ എന്തിനാണ് ഈ നടക്കുന്നത്? എന്നും വരും കുറേ മുറിയന്മാര്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട്. അല്ല, ഇവനൊന്നും ഒരു പണിയും ഇല്ലാന്ന് തോന്നുന്നു, മറ്റുള്ളവർക്ക് പണിയുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് പണി കൊടുക്കാനായിരിക്കും, ആണോ? അതോ പണി വാങ്ങിച്ചു കൂട്ടാനാണോ? എന്തുവാടാ നീയൊക്കെ ഇത്? അപ്പോ മറ്റൊരു കാര്യം ഇന്ന് അടിസ്ഥാനപരമായി സൂചിപ്പിക്കാനുള്ളത്, ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഒരു ഭീകരാക്രമണം നടക്കും എന്ന് നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസിന് ഒരു വിവരം ലഭിക്കുന്നു. വ്യക്തമായിട്ട് ചില ധാരണകളും തെളിവുകളും ലഭിച്ചിട്ടും ആ ഭീകരാക്രമണം നടക്കുന്നതിനു മുന്നേ നടക്കാൻ പോകുന്ന ആക്രമണം കൃത്യമായിട്ട് ഭീകരവാദികളുടെ ഫോൺ കോളുകൾ ചോർത്തി എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടും തടയുന്നതിൽ ചില പാളിച്ചകൾ വന്ന ആക്രമണമാണ് 26/11 മുംബൈ ഭീകരാക്രമണം. 2008 നവംബർ 26 മാസങ്ങൾക്കു മുന്നേ 26ഓളം ഇന്റലിജൻസ് അലേർട്ടുകളാണ് ഈ ആക്രമണത്തെ കുറിച്ച് അന്ന് ഭരിച്ചവർക്ക് ലഭിച്ചത്. 2008 നവംബർ 26, അതാണ് നമ്മൾ 26/11 എന്ന് പറയുന്നത്. 11-ാം മാസം 26-ാം തീയതി 2008. അന്ന് ഭരിച്ചവർക്ക് കൃത്യമായിട്ട് ഒരുപാട് വിവരങ്ങൾ അതിനെക്കുറിച്ച് ലഭിച്ചിരുന്നു. ഇത് നടക്കുന്നതിന് എത്രയോ മുന്നേ തന്നെ. CIA നൽകിയ അലേർട്ട് ഉൾപ്പെടെയുള്ളവ മുംബൈയിലാണ് ഈ ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുള്ളത് എന്നും അത് ലഷ്കർ-ഇ-ത്വയ്ബ തന്നെയായിരിക്കും നടത്തുക